ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തണലാണ് കുടുംബം എന്നതാണ് നമ്മുടെ വിഷയം. പലപ്പോഴും ഇങ്ങനെയുള്ള ക്യാമ്പയിനും അല്ലെങ്കിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് കുടുംബത്തെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് ആശയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ച് തുടങ്ങുക. പക്ഷേ ചർച്ച തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ഭിന്നതകളെയും വിള്ളലിനെയും കുറിച്ചാണ്. പുറത്തു നിന്നുണ്ടാവുന്ന വെല്ലുവിളികളെക്കാളും ഭീഷണികളെക്കാളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വിള്ളലുകളാണ് നമ്മുടെ കുടുംബത്തെ തകർക്കുന്നത്. അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് ചർച്ചയ്ക്ക് വെക്കാതെ പുറത്തുള്ള ആശയങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നത് എന്ന രീതിയിലേക്ക് ചർച്ച പോകുമ്പോൾ നമ്മളൊക്കെയും ഉഷാറാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മുൻധാരണകൾ അങ്ങനെ നിലനിർത്തുവാൻ കാരണമാകും. നമ്മളൊക്കെ ഇവിടെ നമ്മുടെ ഈ സദസ്സിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ആണുങ്ങളാണ്. അതിലധികവും നിങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും മാരീഡാണ്. അപ്പോൾ അവിടെ കുടുംബനാഥന്മാരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കും അത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ആ ഒരു ധാരണയിലാണ് സംസാരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഈ കുറച്ചും കൂടി ഇൻഫോർമൽ ആവാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം ഞാൻ ഉദ്ദേശിച്ചു വന്നത് സാധാരണ നമ്മളിങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് നല്ല ആൾക്കാരുണ്ടാവും. ഒരുപാട് നമുക്ക് ഭയങ്കര ഫോർമലായിട്ടുള്ള സംസാരം നടത്തേണ്ടി വരും. ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിഷയത്തെ ഇൻഫോർമലായി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ ലിബറൽ ചിന്ത എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം നമ്മൾ പുറത്ത് കാരണങ്ങൾ അന്വേഷിക്കലാണ് ചെയ്യുക. നമ്മുടെ വാപ്പ, മക്കൾ, ഭാര്യ, ഭർത്താവ്, ആങ്ങള, പെങ്ങൾ, സഹോദരന്മാർ, എളാപ്പ, മൂത്താപ്പ, ഇതൊക്കെ പറയുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. നമ്മൾക്കിടയിലുള്ള വിള്ളലുകൾക്ക് ഈ ലിബറൽ ചിന്തയോ മറ്റൊന്നും തപ്പിപ്പോവേണ്ടതില്ല. പ്രധാനമായും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വിള്ളലുകളാണ്. അതിന് പ്രധാനമായ കാരണം എന്താണ്? വിഷയം വെച്ചാൽ ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ തീരുമാനം. ഈ ഫിലോസഫിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ ലിബറൽ ചിന്ത കടന്നു വരുന്നത്. ലിബറൽ എന്ന് വെച്ചാൽ സ്വതന്ത്രമായി ഞാൻ എൻ്റെ ലോകം, എൻ്റെ കുടുംബം, എൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ ഇടപാടുകൾ എന്ന് എൻ്റേത് മാത്രമെന്ന് പറയുന്ന ഒരു ചിന്ത രൂപപ്പെടുത്തി കഴിഞ്ഞാൽ വേറെ ആർക്കും എനിക്ക് വേണ്ട, വേറെ ആരുടെയും സഹായം എനിക്ക് വേണ്ട, വേറെ ആരുടെയും ഒപ്പം എനിക്ക് വേണ്ട, ഞാൻ തീരുമാനിക്കും, എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും. അതിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ അവളുടെ കാര്യം ഞാൻ തീരുമാനിക്കും, ഓക്ക് അവകാശം വേണോ, സ്വാതന്ത്ര്യം വേണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എൻ്റെ മോള്, അവൾക്ക് എത്രത്തോളം ലിമിറ്റുണ്ട് അവളുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഫോൺ വിളിയിലും സംസാരത്തിൽ, അത് ഞാൻ തീരുമാനിക്കും. എൻ്റെ മകൻ്റെ കാര്യവും ഞാൻ തീരുമാനിക്കും. എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടവരാണ് എൻ്റെ കീഴിലുള്ളവർ. ഇവിടെയാണ് ഈ ലിബറൽ ചിന്തയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ഹുദൂദുള്ള എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഖുർആൻ പറയുന്നുണ്ട്. ഹുദൂദുള്ള വെച്ചാൽ അള്ളാഹു നിർണയിച്ച അതിരടയാളങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. അതല്ലാതെ ബാക്കി എല്ലാവർക്കും ഒരുപോലാണ് അള്ളാഹു ആദരവ് നൽകിയത്. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാം ആദമിൻ്റെ മക്കളെ മുഴുവനും ഒരുപോലാണ് ആദരിച്ചിരിക്കുന്നത്. അത് ആണായാലും പെണ്ണായാലും. ആണിന് പ്രത്യേക ആദരവ് അള്ളാഹു കൊടുത്തിട്ടില്ല. പെണ്ണിന് എന്ത് ആദരവാണോ അള്ളാഹു കൊടുത്തിട്ടുള്ളത്, അതേ ആദരവേ അള്ളാഹു ആണിനും കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഭർത്താവിന് കുറച്ച് കൂടുതൽ ആദരവും ഭാര്യയ്ക്ക് കുറച്ച് കുറവ് ആദരവ്, വാപ്പയ്ക്ക് കുറച്ച് കൂടുതലും ഉമ്മയ്ക്ക് കുറച്ച് കുറവും, ആമക്കൾക്ക് കുറച്ച് പ്രത്യേക പ്രിവിലേജും പരിഗണനയും വിശിഷ്ടാധികാരങ്ങളും പെൺമക്കൾക്ക് അത്രയൊന്നുമില്ല. ഇതൊക്കെയും യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്ന ചിന്തകളല്ല. നമ്മുടെ കുടുംബങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ പറയുന്ന മേൽ ഷോവനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആണധികാരത്തിൻ്റെ അമിത പ്രയോഗം. അതാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മോശമായി അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന ചിന്ത. അതാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ മുമ്പ് കേട്ടൊരു സംഭവമാണ്. ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകൾ കല്യാണാലോചന നടക്കുകയാണ്.
അപ്പോൾ ആലോചന വന്നതും പണ്ഡിതനാണല്ലോ. അപ്പം ഒരു മരുമകനെയും, പണ്ഡിതനായ ഒരു മരുമകനെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ മകൾ പറഞ്ഞു എനിക്ക് ആ കല്യാണം വേണ്ട, കാരണം പണ്ഡിതനായ വാപ്പയുടെ സ്വഭാവം എനിക്കറിയാം, വളരെ മോശം സ്വഭാവം. ഇതേപോലൊരു പണ്ഡിതനെയും കൂടെ എൻ്റെ കെട്ടിയനായി വരുമ്പോൾ അതിനേക്കാളും വൃത്തിയായിട്ടവനായിരിക്കും വരിക. അത് നടന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ കുടുംബ ബന്ധത്തെക്കുറിച്ച് വിവാഹമൊക്കെ ആണല്ലോ പ്രധാന ചർച്ച. അവിടെയാണ് വാപ്പയുടെ ഈ മുരടൻ സ്വഭാവം കാരണം, പരുഷൻ സ്വഭാവം കാരണം ഇപ്പോൾ മക്കൾ തന്നെ കല്യാണം നീക്കി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്, പെൺമക്കൾ പ്രത്യേകിച്ച്. കാരണം എന്താണ്? ഞാൻ ഈ ജീവിക്കുന്ന ചുറ്റുപാട് തന്നെ വളരെ മോശമാണ്. വാപ്പയാണ് തുറഞ്ഞ് എൻ്റെ അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല, നിയമങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ ഞാൻ പറയുന്ന അമിത പ്രയോഗങ്ങളാണ്. ഒരാൾക്ക് കൊടുക്കേണ്ട, മാന്യമായി കൊടുക്കേണ്ട സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കാതെ നമ്മൾ മുഴുവൻ സർവേലൻസ് നിർത്തുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. ഞാൻ പറയുന്നിടത്തേക്ക് മാത്രമേ എൻ്റെ മക്കൾ പോകാൻ പാടുള്ളൂ, ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ മാത്രമേ എൻ്റെ മക്കൾ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പെൺമക്കളെ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി, അപ്പോൾ അത് കേരളത്തിൽ വരുന്ന പുതിയ പഠനം എന്തെന്ന് പറഞ്ഞാൽ പെൺമക്കൾ തന്നെ വിവാഹം കഴിക്കാൻ മടിക്കുക, അല്ലെങ്കിൽ വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവാം. ഈ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാപ്പ ഉമ്മമാരുടെ കൺട്രോളിൽ നിന്ന്, നമ്മൾ ഈ കൺട്രോൾ എന്ന് പറയുന്നൊരു ആശയമുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം കുട്ടികൾ നല്ല പഠിക്കുകയും ജോലിയൊക്കെ ഉണ്ടാകുമ്പം ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. അതാവും ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കാം, നിങ്ങൾ വേണ്ട എന്ന രീതിയിലേക്കൊരു നല്ല പ്രവണത കേരളത്തിൽ വ്യാപിക്കുന്നതായി പൊതുവേ ഒരു ചർച്ചയാണത്. അത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന മോശം മാതാപിതാക്കളുടെ മോശം ഇടപാടുകളാണ്. അത് പെണ്ണുങ്ങളിൽ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പെൺമക്കളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു TV ഷോയിൽ ഒരു പ്രമുഖ സോഷ്യോളജിസ്റ്റ്, ഒരു സ്ത്രീ പറയുന്നത്, നിങ്ങൾ മക്കളുടെ ഫ്രണ്ട്സ് ആവേണ്ടതില്ല. വാപ്പയും ഉമ്മയുമാണ്, ഫ്രണ്ട്സ് അല്ല. പക്ഷേ മക്കളോട് ഫ്രണ്ട്ലി ആയി ഇടപെടാൻ കഴിയും. അദ്ദേഹം പറയുന്നൊരു പോയിൻ്റാണ്. അതായത് ഫ്രണ്ട്സ് ആവുന്നതും ഫ്രണ്ട്ലി ആവുന്നതും രണ്ടും രണ്ടാണ്. അവർ പറയുന്ന ഒരു വിശദീകരണമാണ്. അതായത് ഇവിടെ പ്രശ്നം, നമ്മൾ ഫ്രണ്ട്സ് ആവുന്നതോടുകൂടി വാപ്പ ഉമ്മ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഡാപോട വിളികളിലേക്ക് നമ്മൾ അത് കൊടുക്കുന്നൊരു അർത്ഥമുണ്ടല്ലോ, അതിലേക്ക് ഇറങ്ങുകയും അതേ ആദരവ് മാത്രമേ തിരിച്ച് വാപ്പാക്കും ഉമ്മാക്കും കിട്ടുള്ളൂ. വാപ്പാക്കും ഉമ്മാക്കും എന്ന് പറയുന്ന ഖുർആൻ ഏറ്റവും കൂടുതൽ പറയുന്ന വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത് പറഞ്ഞത് വാപ്പ ഉമ്മമാരോടുള്ള നല്ല ഇടപാടുകളെ കുറിച്ചിട്ടാണ്. പക്ഷേ ഈ ഫ്രണ്ട്സായി മാറുന്നതോടുകൂടി ആ ഒരു വാപ്പാക്കും ഉമ്മക്കും കൊടുക്കേണ്ട ഒരു മഹാത്മ്യം കുറയുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കുടുംബത്തിലേക്കൊന്ന് ചിന്ത കൊണ്ടുപോകുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ ഫ്രണ്ട്ലി ആവുക, അതായത് പരുക്കൻ സ്വഭാവത്തിലൂടെ മാത്രം മക്കളെ നോക്കുന്നവർക്ക് പെട്ടെന്ന് കുട്ടികൾ റിബലായി മാറും, നേരെ എതിരിടുന്ന സ്വഭാവമായി മാറും. അതൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, ഇതാണ് ഒരു വിഷയം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. നമ്മൾ ഈ തണലാണ് കുടുംബം എന്ന് പറയുമ്പം ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആത്മവിചാരണയിലൂടെ വിഷയത്തെ കാണുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ പറയും കുട്ടികൾ അവൻ വാ തുറന്നാൽ തെറിയും, അല്ലെങ്കിൽ ചൂടാവുക, ഷൗട്ട് ചെയ്യുക. ടീച്ചർ സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്ന് ഉസ്താദോ വിളിച്ച് പറയുന്നു, മക്കൾക്ക് ഭയങ്കര ചൂടൻ സ്വഭാവമാണല്ലോ, ബഹളം വെക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ പിക്ക് ചെയ്ത തെറികൾ ഉപയോഗിക്കുക. സംഭവം എന്താണ്? ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ ഹയ എന്ന് പറയുന്നൊരു വർത്താനം ഉണ്ടല്ലോ, ഹയ എന്ന് വെച്ചാൽ ലജ്ജ. മാതാപിതാക്കൾ ഒരു പരസ്പരം സ്നേഹമുണ്ട് എന്ന് മക്കളെ കാണിക്കില്ല. കാരണം നമ്മൾ ലജ്ജയുടെ പേരിൽ ഒന്നൊരു പഞ്ചാര വർത്തമാനമോ നർമ്മസല്ലാപമോ ഭാര്യയും ഭർത്താവും, അതായത് ഉമ്മയും ബാപ്പയും മക്കളുടെ മുമ്പിൽ ഇരുന്ന് നടത്താൻ നമുക്ക് മടിയാണ്. കാരണം എന്താ? ഒരു ലജ്ജ, നാണമാണ്. പക്ഷെ അതേ മക്കളുടെ മുമ്പിൽ നിന്ന് തെറി വിളിക്കാനും ബഹളം വെക്കാനും വഴക്കിടാനും യാതൊരു ലജ്ജയുമില്ല. അവിടെയാണ് ഈ പ്രശ്നം. അവിടെ ലജ്ജയില്ല, പക്ഷെ ഇതിൽ ലജ്ജയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഫൈലം തസ്തഹി ഫഫൽ മാ ശഅത, നാണമില്ലെങ്കിൽ തോന്നൊക്കെ ചെയ്തോളാൻ. നാണവും ലജ്ജയില്ലെങ്കിൽ തോന്നുന്നത് നിങ്ങൾ ചെയ്തോണം. ഈ നാണവും ലജ്ജയും മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും വഴക്കിടുന്നതിൽ നമ്മൾ നാണിക്കാറില്ല.
കാരണം പലപ്പോഴും ഈ ഒച്ചയും ബഹളവും കിട്ടുന്ന വീട്ടിൽ നിന്നാണ്. അല്ല, നമ്മുടെ മക്കളുടെ പ്രകൃതം തന്നെ നോക്കിയാൽ മതി. നമ്മൾ മക്കൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നോക്കുക. അത് നമ്മൾ മുമ്പെന്നോ എവിടെയോ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പദങ്ങളായിരിക്കും. അവരുടെ ആക്ഷൻസ്. ഒരിക്കൽ ഒരു മദ്രസയിൽ എൻ്റെ സ്വന്തം അനുഭവമാണ്. ഒരു കുട്ടി എപ്പം ദേഷ്യം വന്നാൽ ഇങ്ങനെ അടിക്കും, ഇങ്ങനെ നെറ്റിയിലടിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മ അടക്കുമ്പം ഉമ്മ ദേഷ്യത്തിൽ വാപ്പയെ അടിക്കാൻ പറ്റില്ലല്ലോ, ഭർത്താവിനെ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തലക്കിട്ടടിക്കുന്ന സ്വഭാവമാണ്. ഈ കുഞ്ഞ് അത് കണ്ടുപിടിച്ചു. ആ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും? അത് ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നത് സ്വയം ഉപദ്രവിച്ചിട്ടാണ്, അതായത് ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പം ഈ ഒരു പാഠമുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ വാപ്പ, വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം അത് മരണം വരെ ഉണ്ടാവും. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ 2 പഞ്ചാര വർത്തമാനം പറയാൻ മടിക്കുന്ന നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തെറി വിളിക്കാനും വഴക്കിടാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഏതാണ് ബാഡ് എഫക്റ്റ്? മറ്റേതാണെങ്കിൽ, അതായത് വേറൊരു പഠനം വന്നു. അഡോളസൻ പീരീഡിൽ, കൗമാര കാലഘട്ടത്തിലെ ഈ ഇഷ്ടങ്ങൾ തേടുന്നതിനെ കുറിച്ചൊരു പഠനം, സൈക്കോളജിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ടൊരു പഠനമാണ്. മനഃശാസ്ത്ര വിശകലനവുമായി ബന്ധപ്പെട്ടൊരു പഠനമാണ്. ആ പഠനത്തിലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ അഡോളസൻ പീരീഡിലുള്ള 10-ന് ശേഷമുള്ള കുട്ടികൾ അവർ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണ് ആദ്യം പ്രണയം, സ്നേഹം, ഇഷ്ടം ഇതൊക്കെയും അന്വേഷിക്കുക. വീട്ടിൽ നിന്നാണ് അന്വേഷിക്കുക. അതായത് ഉമ്മയും വാപ്പയും നമ്മുടെ മക്കൾ വീട്ടിൽ തന്നെ നിന്നാൽ ഉമ്മ അവിടെ ഇരിക്കും, വാപ്പ അവിടെ ഇരിക്കും. അതാണ് കണ്ടാൽ തോന്നുന്നത് ഇവർ തമ്മിൽ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇവരമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്. അതായത് സ്വകാര്യ നിമിഷങ്ങൾ വേറെ ഉണ്ടാവാം, പക്ഷെ അത് മക്കൾ കാണുന്നില്ലല്ലോ. മക്കൾ കാണുന്ന മുഴുവൻ വാപ്പം മസിൽ പിടിച്ചിരിക്കുന്നു, ഉമ്മയുടെ ജോലി ഇരിക്കുന്നു. പക്ഷെ വഴക്കിടുന്നതൊക്കെ മക്കൾ കാണുന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ പറയാറുണ്ട്, വാപ്പ മക്കളുടെ, പ്രത്യേകിച്ച് പെൺമക്കളുടെയൊക്കെ ഹീറോ പോലെയാണ്. പെൺമക്കളുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും വാപ്പയാണ് ഒരു ഹീറോ. ആൺമക്കൾ ഉമ്മയിലേക്ക് എടുക്കുമ്പോൾ പെൺമക്കൾ വാപ്പയിലേക്ക് എടുക്കും അവർ. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ വാപ്പയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, മുരടൻ സ്വഭാവം, വാപ്പയിൽ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വാപ്പ ടു അടുത്ത വരുന്ന പാർട്ട്ണറിലേക്കാണ് അവർ കണക്ട് ചെയ്യുക. ഞാൻ ജീവിതത്തിൽ ആദ്യം കണ്ട് പരിചയിച്ചതുമായ ഒരു പുരുഷൻ വൃത്തികെട്ടവനാണ് എന്നുവെച്ചാൽ സ്വഭാവപരമായി. എന്നാൽ പിന്നെ ഇനി വരാൻ പോകുന്നവനും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ജീവിതം അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും. ഇനി വരാൻ പോകുന്നവനും നമ്മുടെ മക്കൾ, ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ നമ്മളെ വിലയിരുത്തിക്കൊണ്ട് അവരുടെ ഭാവി അവരുടെ വരനെ, പുതിയാപ്പിളയെ കണക്കൂട്ടുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മളെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ പെൺമക്കൾ ഇനി വരാൻ പോകുന്ന പാർട്ട്ണറിനെ അളക്കുന്നത്. കാരണം ഇയാളെല്ലാം നമുക്ക് ജീവിതത്തിൽ കാണുന്ന മുഴുവൻ ഇതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അഡോളസൻ പീരീഡ് വലിയ പ്രശ്നമാണ്. അത് അവർ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് വീട്ടിലെ നമ്മളുടെ പെരുമാറ്റങ്ങളാണ്. ഇവിടെ വീടിൻ്റെ ഉള്ളിൽ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ഇഷ്ടം കാണാത്തവർ പുറത്തിഷ്ടം അന്വേഷിക്കും. വാപ്പയും ഉമ്മയും മക്കളോട് ഫ്രണ്ട്ലിയായി പെരുമാറാത്ത, വളരെ നൈർമല്യത്തോടുകൂടിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തവർ ഫ്രണ്ട്സിനെ പുറത്തന്വേഷിക്കും. അത് പുറത്ത് ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നല്ല, എല്ലാ മനുഷ്യന്മാർക്കും നമ്മൾ പുറത്ത് ഫ്രണ്ട്സിനെ ഉണ്ടാകും. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെ വീട്ടിൽ കിട്ടാത്തത് പുറത്തേക്ക് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തും. നിങ്ങൾ തന്നെ കുടുംബത്തിലേക്ക് നോക്കിയാൽ അത് ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. വീട്ടിൽ കിട്ടാത്തത് പുറത്തേക്ക് കിട്ടും. വേറൊരു കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് ഈ കുട്ടികൾ, നമ്മുടെ കുഞ്ഞു കുട്ടികൾ എവിടെയെങ്കിലും പോകുമ്പം വേറെ വീട്ടിൽ നിന്ന് ചെറിയ സാധനം എടുക്കും, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും, ആ വീട്ടുകാരും ചിരിക്കും. ഈ കുട്ടി നിരന്തരം എവിടെയെങ്കിലും പോകുമ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കും, നമ്മൾ തടയില്ല. അത് ഞാൻ പറയാണ്, തടയാത്തവരെ കുറിച്ച് പറയാണ്. അത് തമാശയ്ക്കാണെന്ന് വിചാരിക്കും. പക്ഷെ പ്രശ്നം എന്താണ്? എടുക്കുന്നത് പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അത് പോകും. അതായത് അന്യൻ്റെ വസ്തു അത് സന്തോഷപൂർവ്വം എടുക്കാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫോർമേഷൻ, ഒരു സ്വഭാവ രൂപീകരണം അവിടെ സംഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തർബിയത്തുൽ ഔലാദ്, കുട്ടികളുടെ തർബിയത്ത് എന്ന് പറഞ്ഞതിൽ പ്രധാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുക, കുട്ടികളെ ഒരുമിച്ച് ഒരു ബെഡിൽ കിടത്താതിരുത്തുക. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും രണ്ടും ചേർന്നിട്ടാണെങ്കിലും ഒരു ബെഡിൽ ഒന്നിച്ച് കിടത്താതിരിക്കുക. വാപ്പാടെ ഉമ്മാടെയും കട്ടിൽ നിന്ന് മാറ്റിക്കിടത്തുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്?
ഒരാണും പെണ്ണും എന്ന നിലയിൽ സ്വന്തം സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗവും കൂടാണ്. ഞാനൊരാണാണ്, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ്, ഞാനൊരു വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളാണ് എന്ന് സ്വയം ബോധിപ്പിക്കാനുള്ളൊരു ആശയം കൂടാണ് എൻ്റെ പുറകിൽ. ഇതെന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ചെറുപ്പത്തിലേ തന്നെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തെക്കുറിച്ച് ഘട്ടങ്ങൾ പറയുന്നത്. ശിക്ഷണത്തിലൂടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ശുക്ർ ചെയ്യാനുള്ള ബോധമാണ് നമസ്കാരം നിർബന്ധപൂർവ്വം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു ചടങ്ങ് അവനെ കൊണ്ട് പഠിപ്പിക്കാന്നല്ല. നമ്മളൊരു മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമസ്കാരം നിർബന്ധമായി നമ്മൾ പറയില്ല 6 വയസ്സ്, പിന്നെ 10 വയസ്സ്, അങ്ങനെ ഇങ്ങനെ ഈ കണക്ക് പറയുന്നത് കാണാം. എന്തിനാന്ന് വെച്ചാൽ ശുക്ർ അള്ളാഹുവിന് നിർബന്ധമായും ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധമാണ് നമസ്കാരത്തിലൂടെ കൊടുക്കേണ്ടത്. അല്ല നമസ്കാരം എന്ന് പറയുന്നത് നീ എന്ത് കണ്ണന്തിരിവ് കാണിച്ചാലും നമസ്കരിച്ചാൽ മതി എന്ന് പറയുന്നതല്ല നമസ്കാരം എന്ന് പറയുന്ന പാഠം പഠിപ്പിക്കേണ്ടത്. ശുക്ർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയത് മുഴുവനും അതിന് നന്ദി ചെയ്യാനുള്ളതാണ്. ആ നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് നമസ്കാരം. ഇത് തർബിയത്തിൻ്റെ രീതികളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏജ് തന്നെ പ്രത്യേകം തന്നെ എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഒരു നമസ്കാരം ശുക്രിൻ്റെ പടച്ചവനുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം അതാണ്. ആണ് പെണ്ണ് ബന്ധത്തിൻ്റെ വേർതിരിയുടെ കാര്യമാണ് നബി പറഞ്ഞ കുട്ടികളെ മാറ്റിക്കിടത്തുക എന്ന് പറഞ്ഞാൽ. കുട്ടികൾ വളർന്നതോടുകൂടി സെക്ഷുവൽ ഡെവലപ്മെൻറ്റും കൂടെ സ്വാഭാവികമായി സംഭവിക്കുന്നു. ഡിസയറുകൾ, വികാരങ്ങൾ ഉണ്ടാവുന്നു. അത് തന്നെ വേറിട്ട് തന്നെ രണ്ടുപേർക്കും ഉണ്ടാവണം. വളരെ അപകടം പിടിച്ചൊരു സംഭവം എൻ്റെ സ്വന്തം കായംകുളത്തുണ്ടായി. ആങ്ങളും പെങ്ങളും തമ്മിൽ ബന്ധമുണ്ടാവുകയും പെങ്ങൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്യും. എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അടുത്ത് സംഭവിച്ചതാണ്. അത് നമുക്ക് ഒരു മുസ്ലിം കുടുംബവും കൂടാണ്, ഞങ്ങളുടെ മുസ്ലിം ലൊക്കാലിറ്റിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വേർതിരിവ് കാണിക്കാതെ സ്നേഹത്തോടെ വളർത്തുക. കുട്ടികൾ വളരുകയാണ്, നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് അപകടവും കൂടാണ്. ഈ തണലാണ് കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ നിന്നും കൂടെ ഉണ്ടാവേണ്ടതാണ്. കുട്ടികളെ നീ ഒരാണാണെന്നും നീ ഒരു പെണ്ണാണെന്നും ബോധിപ്പിക്കുക. പെൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ സ്കാർഫ് ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഡ്രസ്സിനെ കുറിച്ചുള്ള ബോധങ്ങൾ നൽകുക. ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും മാന്യമായ ഡ്രസ്സ് പഠിപ്പിച്ചു കൊടുക്കുക. കുടുംബത്തിലുണ്ടാവേണ്ട ചില തർബിയത്തുകളാണ്. പെതുക്കെ നിർബന്ധപൂർവമല്ല, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാവണം. നമ്മൾ മറ്റൊരു പ്രശ്നമാണ് ഈ അഡോളസൻ പീരീഡിൽ നമ്മൾ സമ്മർദ്ദങ്ങളും ശക്തിയുമാണ് ഉപയോഗിക്കുക. അവിടെ ഫ്രണ്ട്ലി ആവാതെ ആയുധവും കൈയും വാക്കും അധിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിള്ളേരെ വളർത്തുന്നതെങ്കിലും സ്വാഭാവികമായും തലതിരിഞ്ഞ് തന്നെ ആയിരിക്കും വരിക. എന്നിട്ട് നമ്മൾ പറയും മോൻ തലതിരിഞ്ഞ് പോയിന്ന് ആ പയ്യൻ്റെ പാവം കുട്ടിയുടെ തലയിലേക്ക് മുഴുവൻ പാപങ്ങൾ എടുത്തിടുകയും ചെയ്യും. കാരണക്കാർ നമ്മൾ തന്നെയാണ് പലപ്പോഴും. ഞാൻ പറഞ്ഞത്, നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ ആദ്യം കഴിയണം. നമ്മുടെ മക്കളുടെ ഭാവിയിൽ അതിൻ്റെ നിർണായക റോള് നമുക്ക് തന്നെയാണ്. അവർ വഴിതെറ്റുന്നുണ്ടെങ്കിൽ എവിടേക്കെയോ നമ്മുടെ കയ്യിൽ തർബിയത്തിന് ചില പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ടാവണം എന്നും സ്വയം തിരിച്ചറിയാൻ പാരൻസ് എന്ന നിലയിൽ ആദ്യം നമുക്ക് കഴിയണം. ഈ ഒരു ബോധമാണ് അത് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ പുറത്തുള്ള ആശയങ്ങളെക്കാളും അപ്പുറം നമ്മളുടെ അദബുകൾ, പാരൻ്റ് എന്ന നിലയിൽ, ഉമ്മ വാപ്പ എന്ന നിലയിലുള്ള നമ്മളുടെ അദബുകൾ, വീട്ടിൽ കാണിക്കുന്ന അദബുകൾ, അത് കുട്ടികളെ പോസിറ്റീവായും നെഗറ്റീവായും എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് സൈക്കോ അനാലിസിസ് മാഗസിൻ എടുത്ത് നോക്കിയാലും കുട്ടികൾ വഴിതെറ്റുന്നതിന് പ്രധാന കാരണം വീടിൻ്റെ അന്തരീക്ഷമാണ്. ഇതേപോലെ നമ്മൾ തന്നെ വളം വെച്ച് കൊടുക്കുന്ന കള്ളം പറയുന്ന ചിലരുണ്ടല്ലോ. സ്കൂളിൽ പോകുമ്പം മോന് വയ്യാന്ന് പറഞ്ഞാൽ മതി. നമ്മൾ സംഭവിക്കുന്നതാണ്. സ്കൂളിൽ പോയി എന്തുകൊണ്ടാണ് കുഴപ്പമില്ല, അത് വയ്യ, ഞാൻ കത്തെഴുതിത്തരാം, പനിയായെന്ന് പറഞ്ഞാൽ മതി. ഇത് എക്സ്ക്യൂസുകൾ ലഭിക്കുകയാണല്ലോ. മറ്റൊരു കാര്യം, ഞാൻ ഈ അടുത്ത് എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്ത്, ഞാൻ പഠിച്ചെടുത്ത്, മോഷണം ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും മോഷിച്ചില്ലെങ്കിൽ ഇത് പറയും. കാരണം എന്ന് വെച്ചാൽ വാപ്പായും ഉമ്മായും മക്കൾ ആവശ്യപ്പെടുന്ന ഒരു തരി ക്യാഷും കൊടുക്കൂലായിരുന്നു. പൈസ ചെറിയതാണെങ്കിലും കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാമെങ്കിൽ പോലും വീട്ടിൽ നിന്ന് കിട്ടാത്തത് പുറത്തേക്ക് അന്വേഷിച്ച് പോകുന്ന സ്വഭാവങ്ങൾ അതാണ്. അതായത് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളുടെ വളർച്ചയിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ വലിയ റോളുണ്ട്. ഖുർആൻ്റെ ഒരു പ്രത്യേകത, മാതാപിതാക്കളോട് കാണിക്കേണ്ട കൽപ്പനകളാണ് ഖുർആൻ ഒരുപാടുള്ളത്. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് കാണിക്കുക. കാരണം എന്താ, മാതാപിതാക്കൾ ഒരു കാലത്ത് അവരും മക്കളായിരുന്നു. അങ്ങനെയാണ് ഖുർആനിൽ ഏത് ഭാഗത്തെടുത്ത് നോക്കിയാലും നിങ്ങൾ ഉമ്മാവിനോട് അങ്ങനെ പറയരുത്, വാപ്പയോട് ഇങ്ങനെ പറയരുത്. സൂറത്ത് ഇസ്രായേൽ എന്താ പറയണത്, നിങ്ങൾ
വലാ തഖുൽ ഉഫ്ഫിൻ ലഹുമാ, നിങ്ങൾ മോശമായ വാക്ക് പറയരുത് അവരോട്. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ, വഹ്ഫിദ് റഹ്മാ ജനാഹുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് പറയുക. ഇത് കാരണം എന്താണ്? ഇതേ വാപ്പയും ഉമ്മയും ഒരു കാലത്ത് മക്കളായിരുന്നു. ആ എക്സ്പീരിയൻസ് നമ്മൾ പറയില്ലേ, കർമ്മ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, തിരിച്ച് കിട്ടും. നമ്മളെന്താണോ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഈ ഒരു ധാരണ കുടുംബങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ അത് നമുക്ക് തന്നെ വളരെ ഉപദ്രവമാവുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം നന്നാവുക, അതിൻ്റെ കൂടെ മക്കളും നന്നാവും. അവിടെയാണ് ഈ വിഷയമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് ഈ ദേഷ്യം വലിയ പ്രശ്നമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മുഅ്മിനിൽ നിന്ന്, മറ്റൊരു ഭാര്യയിൽ നിന്ന് കുറച്ച് ബ്രെഡ് മറ്റെന്തോ ഭക്ഷണം അവിടുത്തെ ഒരു സെർവൻ്റ് കൊണ്ടുവരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. ഈ ഭാര്യമാർ തമ്മിലൊരു അസൂയ ഉണ്ടാവും. ഇത് കണ്ടിട്ട് ആയിഷ ഒറ്റ തട്ട് പാത്രത്തിൽ, ഹദീസിലുള്ള തട്ടി, ഭക്ഷണം തട്ടി താഴെ വീണു. എല്ലാം കൂടെ ഈ പാത്രം പൊട്ടിപ്പൊളിഞ്ഞെന്നോ അതായത് എല്ലാം റൊട്ടിയൊക്കെ താഴെ വീണു. തട്ടിയതിന് ശേഷമാണ് ആയിഷയ്ക്ക് ബോധം വരുന്നത്. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ട് ഒന്നും മിണ്ടാതെ നിശബ്ദമായിട്ട് അതൊക്കെ പറക്കിയെടുത്ത്, റൊട്ടിയും ഭക്ഷണമൊക്കെ പറക്കിയെടുത്തിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് മറ്റാൾക്ക് ആ പയ്യൻ ആരോ വന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. മിണ്ടണ്ട, പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുക, എന്തെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അത്രേ ആ ഹദീസിലുള്ളതാണ്. അതേ സമയത്ത് നമ്മളാണെങ്കിലും 2 ഭാര്യ പോട്ടെ, മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇതേപോലെ 2 ഭാര്യ ഉള്ളത് നിങ്ങൾ എങ്ങനെ ആലോചിക്കാം. മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇതേപോലെ ഒരു ഭക്ഷണം കൊണ്ടുവരിക, ഞാനിവിടെ ഉണ്ടായിട്ട് ഓളാരാ എന്ന് ചിന്തിച്ച് നമ്മുടെ ഭാര്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതായത് വീടകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ പറയും, എന്നെ ഒന്ന് വഴക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായേനെ. കാരണം എന്തെങ്കിലും മിണ്ടിയല്ലോ, ഞാൻ ചെയ്തത് പക്ഷേ ഒന്നും പറഞ്ഞില്ല. അത്രേ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടുക. കാരണം മിണ്ടുകയാണെങ്കിൽ അതുകൊണ്ടാവാം, അതിൻ്റെ ഒരു കെമിസ്ട്രി മറ്റൊന്നാവായതുകൊണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലപാടെടുത്ത് നമുക്കത് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും? 2 കുടുംബങ്ങൾ തമ്മിലെ ബന്ധങ്ങൾ വഷളാക്കാനാണോ നമ്മൾ ചെയ്യേണ്ടത്, അത് ചേർക്കാനാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒരിക്കൽ ഇതേപോലെ കുടുംബം തിരുസുന്നത്തിൽ എന്ന് പറയുന്നൊരു ക്ലാസ് എടുത്തത് ഒരുപക്ഷെ നിങ്ങൾ പലരും ഉണ്ടാവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുടുംബത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ പറയുന്നത് ഞാൻ വിശദീകരിച്ചിരുന്നു. അതിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനല്ലാഹ് അനർ റഹ്മാൻ, ഞാൻ അള്ളാഹുവാണ്, ഞാൻ റഹ്മാനാണ്. റഹ്മ എന്ന് പറയുന്നത് ഷഖഖ്ത മിൻ ഇസ്മി, എൻ്റെ പേരിൽ നിന്നാണ് റഹ്മുണ്ട്. റഹ്മ എന്ന് വെച്ചാൽ ഭ്രൂണപാത്രം, ഗർഭം, ഇതിൽ നിന്നാണ് റഹ്മാൻ ഉണ്ടായത്, അല്ലെങ്കിൽ റഹ്മാനിൽ നിന്നാണ് റഹ്മുണ്ടായത്. കുടുംബം എന്ന് മറ്റൊരു അർത്ഥം ഉണ്ടാകും. അള്ളാഹു എന്ന റഹ്മാൻ എന്ന് പറയുന്ന പേരിൽ നിന്നാണ് ഗർഭപാത്രം, അത് കുടുംബത്തിനെ സൂചിപ്പിക്കുന്ന പദം പോലും ഉണ്ടായത്. അത് ഖുദ്സിയായ ഒരു ഹദീസാണ്. ഇതിൽ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. കുടുംബത്തെ, അത് അനിയൻ ചേട്ടൻ്റെ ആരാണെങ്കിൽ പോലും നമ്മളിൽപ്പെട്ടവനല്ല. ഇവിടെ നമ്മൾ പ്രത്യേകം പറയുന്നത്, ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വഴക്കിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞു. നമ്മൾ ഹദീസുകൾ, പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരും പ്രസംഗിക്കുക, അല്ലേ? ഭാര്യമാരുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ ഇന്ന ചെയ്യണം, ഇന്ന അവകാശങ്ങൾ വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. നമ്മൾ ഭാര്യയുള്ളവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ വരുമ്പോഴോ പോകുമ്പോഴോ കുറച്ചൊക്കെ വൃത്തിയോടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ തിരിച്ച് നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പം വൃത്തിയോടുകൂടിയാണോ നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ കൈയും കാലും കഴുകി വൃത്തിയായിട്ട് മാത്രമേ, മുടി അടക്കം ചീകിയിട്ട് മാത്രമേ ഭാര്യമാരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങോട്ട് മാത്രമാണോ നമ്മൾ അവകാശങ്ങൾ ആഗ്രഹിക്കുന്നത്? തിരിച്ചില്ലേ? ബഷീറിൻ്റെ ഒരു കഥയുണ്ട്, വളരെ രസകരമായ കഥ. ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നു. ഭർത്താവ് 2 ചായ എന്ന് ഓർഡർ ചെയ്യുന്നു. അപ്പം പുറത്ത് നിന്നിട്ട് 1 ചായ 1 കാപ്പി എന്ന് ഭാര്യ വിളിച്ച് പറയുന്നു. കുറേ നിന്നുകൊണ്ട്. ഇതിൻ്റെ ഒരു ആശയം, ബഷീർ പറഞ്ഞൊരു ആശയമുണ്ട്.
ഭാര്യ ഒരു പെണ്ണാണ്, അവൾക്ക് വേറെയും താല്പര്യങ്ങളാണ്. അതായത് അവളുടെ താല്പര്യം ഞാനല്ല തീരുമാനിക്കുന്നത്. അതാണ് ബഷീർ പറയുന്നത്. 2 ചായ എന്ന് അവളോട് ചോദിക്കാതെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആണധികാരം എന്ന് പറഞ്ഞ അർത്ഥമാണ്. എൻ്റെ ആഗ്രഹങ്ങളാണ് നടക്കേണ്ടത്. ഖുർആനിൽ ഒരു വർത്തമാനം പറയുന്നുണ്ട് ഷിർക്കിനെ കുറിച്ച്. മനിത്തഹദ ഇലാഹു ഹവ, സ്വന്തം താല്പര്യങ്ങളെ ഇലാഹായി സ്വീകരിച്ചവനെ കണ്ടില്ലേ? സൂറ ജാസിയിൽ അത് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ താല്പര്യങ്ങളാണ് എല്ലാം, ഞാൻ പറയുന്നതാണ് നടക്കേണ്ടത്. അത് എൻ്റെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും വാപ്പ ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും. അത് ഷിർക്കിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ബഷീർ പറഞ്ഞത് 2 ചായ എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ പറയുന്നത് 1 ചായയും 1 കാപ്പിയും പറയാൻ കാരണം ഓളുടെ താല്പര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് എങ്ങനെയെങ്കിലും അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? അതൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് തണലാണ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാം. ഇങ്ങനെ സ്വതന്ത്രമായ ചിന്തയും സ്വതന്ത്രമായ ജീവിത രീതിയും അതബുകളുമുള്ള ഒരാളെ നമ്മൾ ഒരു ഭാര്യ എന്ന നിലയിൽ അംഗീകരിക്കാറുണ്ടോ? നമ്മൾ ഈ മലയാളി ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താണ്? പെണ്ണ് ഈ നമ്മൾ കണ്ണൂരുകാരെ കുറിച്ചല്ല പറയണത്, പെണ്ണ് ആണിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. കണ്ണൂരുകാർക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾ നല്ല കാര്യം അല്ല, കണ്ണൂർ യെസ്, നല്ല കാര്യം. ഞാൻ പറയുന്നത് കണ്ണൂരുകാരെ കുറിച്ചല്ലെന്നാ പറഞ്ഞത്. നല്ല കാര്യം ഞാൻ പറഞ്ഞത് അതല്ല, കണ്ണൂരുകാരെ കുറിച്ചല്ല. കണ്ണൂർ ഒരു ന്യൂനപക്ഷം മാത്രമാണല്ലോ ഇന്ത്യൻ ഭൂപടത്തിൽ. യെസ്, ഇന്ത്യൻ ഭൂപടത്തിൽ ന്യൂനപക്ഷമാണ്. നിങ്ങൾ ആ കൂടി ഒരൊറ്റ ജില്ലയാണ്, ഞങ്ങളൊക്കെ വേറെയാണ്. ഞങ്ങളുടെയൊക്കെ ബാക്കിയുള്ളവരുടെ കൺസെപ്റ്റിൽ എന്താണ്? പെണ്ണ് ആണിൻ്റെ കുടുംബത്തിലേക്ക് കയറി വരികയാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആണിൻ്റെ താല്പര്യമായി മാറുന്നു പെണ്ണിൻ്റെ താല്പര്യം. ഞങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വേറെ ഉണ്ട്, കണ്ണൂരുകാരുടെ. ഞാൻ ഇതിൻ്റെ കാര്യം പറയുകയാണ്. ഇവിടെ കയറി വരുന്ന ഒരാളോടുകൂടി അവളുടെ താല്പര്യങ്ങൾ മാറുകയും ഭർത്താവിൻ്റെ ഉമ്മയുടെയും താല്പര്യങ്ങൾ ഭാര്യയുടെ താല്പര്യങ്ങളായി മാറുന്നു, ഇഷ്ടങ്ങൾ അവളുടെ ഇഷ്ടങ്ങളായി മാറുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന കണ്ടില്ലേ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്രമായ ഒരു ജീവിയാണെന്ന് പറയുന്ന ബോധം പോലും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതാവും. അതായത് ഭാര്യയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഇല്ലാതാവുകയും ഉത്തരവാദിത്തങ്ങൾ മാത്രം സംസാരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതൊക്കെ കണ്ടു വളരുന്ന മക്കൾ പിന്നെ ഏത് കോലത്തിലാവണം? അവിടേക്കാണ് ഞാൻ പോകുന്നത്. അതായത് മരുമക്കത്തെ ആ സ്റ്റൈലും അവിടെ വേറെ പ്രശ്നങ്ങളുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന മക്കൾ വാപ്പ വിരുന്നുകാരനായി വരുന്ന, അതിലൂടെ ഉണ്ടാകുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വേറെ കണ്ണൂരുകാരെ ആലോചിക്കേണ്ട വിഷയമാണ്. തിരിച്ചും അതായത് നമ്മളുടെ വാപ്പക്കുള്ള കുടുംബത്തിലുള്ള പൊസിഷൻ എന്താണ്? കണ്ണൂരിന് പുറത്ത് ഉമ്മയ്ക്കുള്ള കുടുംബത്തിലെ പൊസിഷൻ എന്താണ്? അത് എങ്ങനെയാണ് മക്കളിൽ എഫക്റ്റ് ചെയ്യുന്നത്? അതിലേക്കാണ് നമ്മുടെ ചിന്ത കൊണ്ടുപോകേണ്ടത്. അതായത് നമ്മൾ തന്നെ ഫസാദിനും ഫിത്നയ്ക്കും വഴി ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ബാക്കി അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വേറെ ചില ആൾക്കാരുണ്ട്, ഭാര്യയോട് കുറച്ച് നൈസായി പെരുമാറിയാൽ എന്തോ എൻ്റെ ആണിൻ്റെ പവർ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ അങ്ങനെയുള്ള പ്രകൃതിയുള്ള മനുഷ്യന്മാരുണ്ട്. ഒരു മുസ്ലിമിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹ തമ്മിൽ ഓട്ടം മത്സരം നടത്തിയ ഹദീസിലുണ്ടേ. 2 വട്ടം, ഒരു വട്ടമല്ല, അത് വലിയ ഏതോ ഒരു റിപ്പോർട്ട് നടന്നു എന്നല്ല പറഞ്ഞത്, 2 വട്ടം. അതിൽ ഒന്നാമത്തോട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഞങ്ങളും നബിയും തമ്മിൽ ഓടി. അതിൽ ഞാനാണ് ജയിച്ചത്. കാരണം ഞാൻ അന്ന് മെലിഞ്ഞിട്ടായിരുന്നു. പിന്നൊരിക്കൽ ഞങ്ങൾ തമ്മിൽ ഓട്ടമത്സരം നടത്തിയപ്പോൾ അന്ന് നബി ജയിച്ചു. കാരണം ഞാൻ കുറച്ച് തടിച്ചു പോയി. ആ റിപ്പോർട്ടുകൾ നോക്കുക. ഇത് ഏതോ ഒരു സംഭവം, ഒരു എന്താണ് റെയറായ ഹദീസാണ്, അതുകൊണ്ട് വലിയ സംഭവമായിട്ട് പറയേണ്ടതില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ ശീലമായിരുന്നു എന്നാണ്. ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്ന വേറെയും ഒരുപാട് ഹദീസുകൾ നമുക്ക് റിപ്പോർട്ടിൽ കാണാം. നബിയുടെ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതാണ്. ഒരുപാട് ഹദീസുകൾ എത്രത്തോളം സുന്ദരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യമാരോട് പെരുമാറിയിരുന്നത്. ഖിയാർക്കും ലി അഹ്ലിക്കും. നാട്ടുകാരുടെ മുമ്പിൽ നല്ല മൊഞ്ചം വസ്ത്രം ധരിച്ച് നല്ല വർത്തമാനം പറയുന്നവനല്ല നല്ലവൻ. നിങ്ങളെല്ലാവരും ഭർത്താക്കന്മാരാണ്, നീ ഒഴികെ. ഇനി നിന്നോട് പറയാണ്, അതായത്
നല്ലൊരു മനുഷ്യനാണെന്ന് ആദ്യം ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാമോ? ഭാര്യമാരോട് ചോദിച്ചാൽ മതി അല്ലേ? ഇയാളെങ്ങനെയാണെന്ന്, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, ഞാൻ പറഞ്ഞത് അതന്നെ, ഒരാൾ എത്ര വലിയ പണ്ഡിതൻ, വലിയ നേതാവാണെങ്കിൽ പോലും അതൊക്കെ ഓക്കെ, ഭാര്യയ്ക്ക് ഇയാളെക്കുറിച്ച് കാഴ്ചപ്പാടെന്താ, അവിടെ ഉത്തരം കിട്ടും നമുക്ക്. കാരണം കൂടെ ജീവിക്കുന്നത് ഭാര്യമാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, നാട്ടിൻ്റെ വലിയ മുഖമൊന്നും വേണ്ട നിങ്ങൾക്ക്, ഖിയാറുക്കും ലി അഹ്ലിക്കും, നിങ്ങൾ ഏറ്റവും നല്ലവരാരാ? ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാ. കൊടുക്കേണ്ടതില്ല. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന വിഷയം അതായിരുന്നു. ഞാൻ അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന പല റിപ്പോർട്ടുകളുണ്ട്. എങ്ങനെയാണ് നബി ഭാര്യമാരുടെ പെരുമാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാര്യങ്ങൾ സഹായിക്കുന്നവനായിരുന്നു, പാല് കറന്നു കൊടുക്കുന്നവനായിരുന്നു, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് പാത്രം കഴുകുന്നവനെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ പോലുമുണ്ട്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കഴിക്കുന്ന പാത്രം എത്ര പേർ സ്വന്തമായി കഴുകുന്നുണ്ട്? നേരെ വാഷ് ബേസിൽ അടുക്കളയിലെ കൊണ്ട് വെക്കുകയാണോ ചെയ്യുന്നത്, അത് കഴുകി വെക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് ഈ വലിയ ഫിലോസഫി ഒന്നും ഇല്ല ഇവിടെ. നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മളാണ് ഉണ്ടാക്കുന്നത്, നമ്മളിലൂടെയാണ് മക്കൾ മാതൃക പിടിക്കുന്നത്. നമ്മളിൽ എത്ര പേർ നമ്മൾ കഴിച്ച ഗ്ലാസും പാത്രവും കഴുകി റാക്കിൽ വെക്കുന്നു? അതായത് നിർബന്ധമാണെന്നല്ല, കഴുകും. പക്ഷേ അങ്ങനൊരു സമയമുണ്ടായിരിക്കെ, സൗകര്യമുണ്ടായിരിക്കെ, സാവധാനമുണ്ടായിരിക്കെ അങ്ങനൊരു പണി നമ്മൾ ആരൊക്കെ ചെയ്യുന്നുണ്ട്? അല്ല, ഞാൻ എന്നോട് ഉത്തരം പറയാനല്ല, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അതായത് നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് സെർവൻ്റായിട്ടാണോ? നമ്മളൊരു പ്രശ്നം അതാണ്. എൻ്റെ ഉമ്മയും വാപ്പയും നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയാൻ. അതിനാണോ വിവാഹം കഴിക്കണേ? നമ്മുടെ ഒരു പ്രശ്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ അള്ളാഹുവിൻ്റെ ആയത്തായിട്ടാണ് പരിചയപ്പെടുത്തിയത്. ഞാൻ ഇനി അതിലേക്ക് വരാം. വിവാഹത്തെ അള്ളാഹുവിൻ്റെ ആയത്തിലേക്കാണ്. വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയത്തെന്ന് വെച്ചാൽ ഈ ആയത്തിന് രണ്ടർത്ഥമാണ്. ഒന്ന് പ്രതിഭാസം എന്നുള്ള അർത്ഥം, മറ്റൊന്ന് ഖുർആൻ സൂക്തം. ഇവിടെ പ്രതിഭാസം, ഫിനോമിനൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവൻ്റെ ആയത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണയെ ഞാൻ സൃഷ്ടിച്ചു തന്നു എന്നുള്ള പറയുന്നത്. സൃഷ്ടിച്ചു തന്നത് എൻ്റെ ആയത്താണ്. പടച്ചോനൊരു ആയത്തായിട്ട് നമ്മുടെ കയ്യിൽ തരുന്ന അമാനത്താണ് നമ്മുടെ ഇണ. അതാണ് എൻ്റെ അർത്ഥം. അള്ളാഹു നമ്മുടെ കയ്യിൽ, അത് പെണ്ണിൻ്റെ കയ്യിൽ ആണും ആണിൻ്റെ കയ്യിൽ പെണ്ണും, അങ്ങനെ തന്നെ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ആണുങ്ങളായതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറയണത്. നമ്മുടെ കയ്യിലേക്ക് തരുന്ന, അമാനത്തായിട്ട് തരുന്ന അള്ളാഹുവിൻ്റെ ആയത്താണ് നമ്മളുടെ ഇണ, നമ്മളുടെ ഭാര്യ. ആ പദത്തിനൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ ഇസ്ലാമിക് സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ പദങ്ങളിൽ ഞങ്ങളതിൻ്റെ പൊളിറ്റിക്സ് കാണാറുണ്ട്. ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളെന്നാണ് കേട്ടോ. ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കുന്നവന്. അത് ശരിയായ പദപ്രയോഗങ്ങളല്ല ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. ഭാര്യ രണ്ടുപേരും തിരിച്ചും വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കും. അത് നമ്മൾ അല്ലെങ്കിലും ആലോചിച്ച് നോക്കുക, വീടിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മളാണോ ബോസ്, നമ്മുടെ ഭാര്യയാണോ ബോസ്? പലപ്പോഴും ഭാര്യമാരായിരിക്കും ബോസ്. അവർ പറയുന്നതേ വീട്ടിൽ വാങ്ങുള്ളൂ അല്ലേ? അതെങ്ങനെയൊക്കെ സംഭവിക്കും, നിനക്ക് പിന്നീട് മനസ്സിലാവും. അതെങ്ങനെയാണ് സംഭവം. ഞാൻ പറഞ്ഞത് ഇവിടെ അള്ളാഹ് പറഞ്ഞെന്താ, അള്ളാഹു അമാനത്തായി തരുന്ന ആയത്താണ് നമ്മളുടെ ഇണ. ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തിനാ പറഞ്ഞത്? ലി തസ്കുനു ഇലൈഹ, അവളിലേക്ക് ശാന്തി അടയുവാൻ വേണ്ടി. സമാധാനത്തിനാണ് കല്യാണം. ഒന്ന്, കല്യാണം കഴിക്കുന്നതോടുകൂടി ശാന്തി നഷ്ടപ്പെടുന്നതാണ് പലരുടെയും ലൈഫ്. അത് ഞാനിവിടെ പറയുന്നത് പെണ്ണിൻ്റെ ശാന്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് സുഖം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നില്ല. നമ്മുടെ ഭാര്യമാരായി വന്ന് അവരുടെ ജീവിതം കുളം തൊട്ടുന്ന അവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഷറഫുക്ക ചിരിക്കണ്ട. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഖുർആൻ എന്തിനാണ് പറയണത്? ഒന്ന്, മസ്കൻ എന്നാണ് അറബിയിൽ ഹോം, വീടിന് പറയുക. മസ്കൻ എന്ന് വെച്ചാൽ സുക്കൂനുള്ള, ശാന്തിയുള്ള ഇടമെന്നാണ്. എൻ്റെ ഭാര്യയായി കയറി വരുന്നതോടെ അവളുടെ ജീവിതം പരമ ദയനീയമായി മാറുന്നു എന്ന് വെച്ചാൽ എൻ്റെ വിവാഹം പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. അതായത് അവളുടെ വിവാഹം പരാജയപ്പെട്ടു എന്നാണ്. ഒന്നാമത്തെ ലക്ഷ്യം വിവാഹത്തിൻ്റെത് ശാന്തി, സമാധാനമാണ്.
ഓക്കെ. രണ്ടാമത് ഒരു ഭർത്താവിൽ നിന്ന്, ഒരു ഹസ്ബൻഡിൽ നിന്ന്, ഇണയിൽ നിന്ന് തുണ അവൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അനുരാഗം, പ്രേമം, ഇഷ്ടം, പ്രണയം. ഇതാണ് മവദ്ദത്തിൻ്റെ അർത്ഥം. വുദ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം തീക്ഷ്ണമായ പ്രണയത്തിനാണ് മവദ്ദത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അഫെക്ഷൻ എന്നൊക്കെ നമുക്ക് പല കോലത്തിൽ വിശദീകരിക്കാൻ പറ്റുന്ന പദമാണ് വദൂദ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നല്ല സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണിനെയാണ് വിവാഹം കഴിക്കേണ്ടത്. ഇങ്ങനെ അതിൻ്റെ കൂടെ വദൂദൽ വലൂദ, പ്രസവിക്കാൻ കഴിയുന്ന കുഞ്ഞിനെ, ഒരുപാട് മക്കൾ എൻ്റെ സമൂഹത്തിന് ഉണ്ടാവണമെന്നാണ് നബിയുടെ കൽപ്പന. അതിലൊന്ന് ആദ്യം പറഞ്ഞത് സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണാണ്. അങ്ങനെ ആവണമെങ്കിൽ അവൾ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാവണം. അങ്ങനെയുള്ള കുടുംബം നമ്മൾ ഉണ്ടാക്കണം. എന്നാൽ നമ്മുടെ മക്കൾ സ്നേഹിക്കാൻ കഴിയുന്ന ആണും പെണ്ണും ഉണ്ടാവും. വാപ്പയും ഉമ്മയും പരുഷപ്രകൃതിയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരുന്ന തലമുറയെയും ഇണയെയും സ്നേഹിക്കാൻ കഴിയില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസ് വളരെ മോശമാണ്. സ്നേഹിക്കാൻ കഴിയുന്ന മക്കളെ സൃഷ്ടിക്കുന്നത് വാപ്പയും ഉമ്മയുമാണ്. അവിടെയാണ് കുടുംബം തണലായി മാറുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മൂന്നാമതായി പറഞ്ഞു, രണ്ടാമത് മവദ്ദത്ത, ഒന്ന് സുക്കൂൻ, ശാന്തി, രണ്ടാമത് പ്രണയം, സ്നേഹം, അഫെക്ഷൻ, മൂന്നാമത് പറഞ്ഞത് റഹ്മത്ത്, കാരുണ്യവും അനുഗ്രഹവുമായി മാറുന്ന തുണ. അതാണോ നമ്മളുടേതെല്ലാം? ആവശ്യമുള്ളപ്പോൾ മാത്രം സമീപിക്കുന്നവരാണോ നമ്മുടെ ഇണകൾ? നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, എന്ത് വേദന ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നവരാണോ? സുഖത്തിൽ മാത്രമല്ല, വേദനയിൽ അവരുടെ വേദനയിൽ നമ്മൾ കൂടെ നിൽക്കാറുണ്ടോ? നമ്മുടെ വേദന അവർ കൂടെ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവരുടെ വേദനകളിൽ നമ്മൾ കൂടെ നിൽക്കാറുണ്ടോ? എന്നാൽ നമ്മുടെ കുടുംബം ഈ പറയുന്ന തണലായി മാറും. താങ്ങും തണലുമെന്ന് പറയുന്നത് അതിനെയാണ് പറയണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഫീ ദാലിക, ഈ പറഞ്ഞതിലെല്ലാം ആയാത്തുൽ ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന കൗമിന് തെളിവുണ്ടെന്നാണ്. ഇതൊക്കെ ചുമ്മാ പറഞ്ഞല്ല, പടച്ചോൻ പറയാണ്, ഞാൻ ഈ സുക്കൂൻ വേണമെന്നും സമാധാനം വേണമെന്നും പ്രണയം വേണമെന്നും പരസ്പര എമ്പതി, സിമ്പതി, റഹ്മത്ത്, കാരുണ്യമൊക്കെ വേണമെന്നും ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബുദ്ധിയുള്ളവർക്കത് മനസ്സിലാവുന്നത് കൊണ്ടാണ്. ബുദ്ധിയില്ലാത്തവന് വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടോ? വിവാഹം കഴിക്കുന്നതിൻ്റെ പ്രധാന ക്രൈറ്റീരിയ എന്താ? റുഷ്ദ്, വകതിരി വെക്കുക എന്നാണ്. വകതിരില്ലാത്തവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ പാടുണ്ടോ? വകതിരിവെന്ന് പറഞ്ഞാൽ പടച്ചവൻ ഇവിടെ എന്താ പറഞ്ഞ? പ്രേമിക്കാൻ കഴിയണം, സമാധാനം കൊടുക്കാൻ കഴിയണം, കാരുണ്യം കൊടുക്കാൻ കഴിയണം. അവിടെയാണ് അള്ളാഹു ഇവിടെ വകതിരിവെന്ന് പറഞ്ഞത്. മുരടന്മാരായ മക്കളെ ഉണ്ടാക്കണോ നമ്മൾ? സ്നേഹിക്കാൻ കഴിയുന്ന, കാരുണ്യം വിതരണം ചെയ്യാൻ കഴിയുന്ന മക്കളെയാണോ നമ്മൾ ഉണ്ടാക്കേണ്ടത്, വളർത്തേണ്ടത്? അതിൻ്റെ ചർച്ചയൊക്കെ പോകുന്നത് മാതാപിതാക്കളെന്ന് പറയുന്നത് നമ്മളിലേക്കാണ്. അതായത് നമ്മളിലൂടെയാണ് നല്ല മക്കളുണ്ടാവുക. സാലിഹായ സന്താനം എന്ന് നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ചുമ്മാ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മോഡലിൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രാർത്ഥിക്കാനുള്ള അർഹത ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചുമ്മാ നമ്മൾ പറയാറുണ്ട്, നമ്മൾ മരിച്ചുപോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരാൾ മരിച്ചുപോയാൽ എന്താ ബാക്കിയാവുക? ഒരാളുടെ സദക്ക ജാരിയ എന്ന് വെച്ചാൽ അയാൾ ചെയ്ത നല്ല നല്ല സദക്കകൾ എന്നൊന്നും ബാക്കിയാവുന്ന, പിന്നെ അയാളുടെ അമല്, പിന്നെ സ്വാലിഹായ സന്താനം, അതാ ബാക്കിയാവുന്നതാണ്. കാരണം ഈ സ്വാലിഹായ സന്താനമാണ് വാപ്പാക്കും മക്കൾക്ക് വേണ്ടി പിന്നീട് പ്രാർത്ഥിക്കുക, എൻ്റെ വാപ്പയും ഞങ്ങളെ ഒന്നിച്ച് സ്വർഗത്തിലാക്കണമെന്ന്. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചൊരു പ്രാർത്ഥന എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ടൈം എത്ര മണിക്ക് പറയാം? ഓക്കെ, ഒരു പ്രാർത്ഥന നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നതാണ്. വിശ്വാസികളെ അള്ളാഹു ഉപമിപ്പിച്ചുകൊണ്ട്, വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ്. സൂറ ഫുർഖാനിൽ 74-ാമത്തെ ആയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. വല്ലദീന യഖൂലുന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന, നമസ്കാരത്തിന് ശേഷമൊക്കെ പ്രാർത്ഥിക്കുന്ന, അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? പടച്ചവനെ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികളെന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രാർത്ഥന എന്ന് പറയാം? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ. അത് വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അതിന് ശേഷം പറയുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്നിട്ട് ആ കാര്യത്തിലൊക്കെയും സൂക്ഷ്മത പുലർത്തുന്നവരുടെ നേതാക്കളായി ഞങ്ങളെ മാറ്റണേ എന്നാണ്. കുടുംബ ബന്ധങ്ങളിൽ സൂക്ഷ്മ പുലർത്തുന്നവരുടെ നേതാക്കളായി ഞങ്ങളെ മാറ്റണമേ എന്ന്. അപ്പോൾ എന്താ ഈ ഖുർറത അയുനിൻ്റെ അർത്ഥം? ഭാഷാർത്ഥം കൺകുളിർമ എന്നാണ്.
കണ്ണിന് കുളിർമ നൽകുന്നത്. മക്കളിൽ നിന്ന് കൺകുളിർമ നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അവർ നല്ല മക്കളായി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, ഒരാളുടെ പ്രാർത്ഥന എപ്പോഴാണ് ഫലിക്കുക? ആദ്യം പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ പ്രാർത്ഥന ഫലിക്കൂ. തവക്കുലുമുണ്ട്, തവാക്കുലുമുണ്ട്. നമ്മൾ പലപ്പോഴും സംസാരിച്ചുള്ള വിഷയമാണ്. തവക്കുൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നബി അതിനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ എൻ്റെ ഒട്ടകത്തെ നീ നോക്കണേ എന്ന്. തവാക്കുൽ എന്ന് പറഞ്ഞാൽ കെട്ടിയിടൂല, അത് ഇങ്ങനെ നോക്കിയിട്ട് പടച്ചോനെ എൻ്റെ ഒട്ടകത്തെ നോക്കണമേ. തവാക്കുൽ ഇസ്ലാമികമല്ല, തവക്കുലാണ് ഇസ്ലാമിൽ. മക്കളെ നന്നാക്കാനുള്ള പണി എടുത്തിട്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ എൻ്റെ മക്കളിൽ എനിക്ക് നീ കൺകുളിർമ തരണമേ. അതാണ് ഒരു വിഷയം. ഇനി ഇണയുടെ കാര്യം, എൻ്റെ ഇണകളിൽ കൺകുളിർമ തരണമേ എന്നതിൻ്റെ അർത്ഥം എന്താ? ഭാര്യമാരുടെ നമുക്ക് ഭാര്യയിൽ നിന്ന് കൺകുളിർമ തരണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കൺകുളിർമ തരണമെന്നും കൂടെ അല്ലേ അതിൻ്റെ അർത്ഥം? ഇത് ആണുങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലല്ലോ, അല്ലേ? ഇത് പെണ്ണുങ്ങളോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മനസ്സിലാവും, പടച്ചോനെ എന്ന് വെച്ചാൽ നല്ല സൗന്ദര്യബോധമുള്ള, വൃത്തിയും വെടുപ്പുമുള്ള, അച്ചടക്കമുള്ള എന്നൊക്കെയാണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്. തിരിച്ച് ഭാര്യയ്ക്കും ചില സ്വപ്നങ്ങളില്ലേ? നമ്മളിൽ നിന്ന് എങ്ങനെയാണ് ഭാര്യയ്ക്ക് കൺകുളിർമ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? അവിടെയാണ് എൻ്റെ പ്രശ്നം. മറ്റൊരു പ്രശ്നം, ഈ ഏജ്, ഒരു വയസ്സെത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും മെനോപാസം ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്ത ബന്ധത്തിലും അടുപ്പത്തിലും ആ സ്നേഹത്തിലും കുറവുകൾ സംഭവിക്കുന്നതായിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാം അത് തള്ളിക്കളയുന്ന കൺസെപ്റ്റാണ്. മരണം വരെയും ഒരാൾ ഭാര്യയും ഭർത്താവുമാണ്. മരണം വരെയും പരസ്പരം ലഭിക്കേണ്ടതാണ് കൺകുളിർമ, അല്ലാതെ അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. മരണം വരെയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുർറത അയ്ൻ എന്ന്. അത് ഭാര്യയ്ക്കും ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെടേണ്ട കൺകുളിർമ. നമുക്ക് മാത്രമല്ല, നമ്മളും വൃത്തിയും വെടുപ്പും ഭാര്യയുടെ അടുത്ത് കാണിക്കാറുണ്ടോ? അച്ചടക്കം കാണിക്കാറുണ്ടോ? നല്ല പെരുമാറ്റം കാണിക്കാറുണ്ടോ? സൗന്ദര്യബോധം നമ്മൾ നിലനിർത്താറുണ്ടോ? ആണെന്ന നിലയിൽ വയസ്സറായ ആൾക്കാർ കൂടുതൽ ആലോചിക്കുക. നിങ്ങൾ എന്നെക്കാളും വയസ്സുള്ളവരാണ് അധികവും, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആലോചിക്കുക. ഭാര്യയ്ക്ക് നമ്മൾ നിന്ന് എങ്ങനെയൊക്കെയാണ് കൺകുളിർമ ലഭിക്കുന്നത്? ലഭിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞത് ഇവിടെ പ്രശ്നം അതാണേ. നമ്മൾ ഈ വലിയ പ്രാർത്ഥന നടത്തും, നമ്മൾ എപ്പോഴും ഒരു പെണ്ണെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. തിരിച്ചും കൂടെ ഉണ്ട് ഈ സാധനം. ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും കൂടാണത്. ആണ് പെണ്ണിൽ നിന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, പിന്നെന്താ പറഞ്ഞത്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. തഖ്വാന്റെ അർത്ഥം എന്താ? ഭയഭക്തി നമ്മൾ പിന്നെ ഉണ്ടാക്കിയെടുത്ത അർത്ഥമാണ്. തഖ്വ എന്ന് വെച്ചാൽ സൂക്ഷ്മതയും ജാഗ്രത പുലർത്തുക എന്നാണ്. ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്ന വിശ്വാസികളിൽ ഇമാമാക്കി മാറ്റണേ എന്നാണ് എൻ്റെ അർത്ഥം. ഇത് കുടുംബ ബന്ധങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന, ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നവരുടെ ഇമാമാക്കി മുൻപന്തിയിൽ എന്നെ ആക്കണമെന്ന്. അതായത് ഞാൻ നന്നായി പ്രണയിക്കാൻ കഴിയുന്നവനാക്കണമെന്നാണ് അർത്ഥം. എൻ്റെ ഭാര്യയെ മരണം വരെയും പ്രണയിക്കാൻ കഴിയുന്നവനാക്കണമെന്നാണ് എൻ്റെ അർത്ഥം. മരണം വരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാത്തിനും കഴിയുന്ന ഒരാളാക്കി മക്കളെ അതിൻ്റെ മുൻപന്തിയിലാക്കണമെന്നാണ്. ഇമാമിൻ്റെ അർത്ഥം എന്താ? മുന്നിൽ നിൽക്കുന്നവരെന്നാണ്. മുത്തഖി അവിടെ അർത്ഥം അതാണ്. കുടുംബ ബന്ധത്തിൻ്റെ സൗന്ദര്യം സൂക്ഷിക്കുന്നവർ, അവിടെയാണ് മുത്തഖി എന്ന് ഇവിടെ അർത്ഥം. അതിൻ്റെ ഇമാമാക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇബാദത്തിലെ ഇമാമത്തിനെ കുറിച്ചല്ല ഇവിടെ പറയണത്. അവിടെ ആകുമ്പോൾ നമുക്ക് തണലുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്, കുടുംബം തണലായി മാറുന്നത് ഈ ചിന്ത ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. ഞാൻ അതൊന്നും പറയുന്നില്ല, ഞാൻ ഈ ചിന്തകൾ മാത്രം ഷെയർ ചെയ്യുകയും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പിന്നെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇണ തുണകൾ തമ്മിലുള്ള സ്വഭാവങ്ങൾ വലിയ പ്രശ്നമാണ്. ഞാനൊക്കെ പറഞ്ഞാൽ ബഷീറിൻ്റെ കഥകൾ പ്രത്യേകം ഓർക്കുക.
എല്ലാവർക്കും നമുക്കുമുള്ള താല്പര്യങ്ങളും കൗതുകങ്ങളും മോഹങ്ങളും പോലെ അതേപോലെ ഉള്ളവരാണ് നമ്മളുടെ ഇണകളും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ താല്പര്യങ്ങൾ, മൈ ബോഡി മൈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചർച്ച ഇവിടെയാണ് വരുന്നത്. നമ്മൾ ലിബറൽ ചിന്ത എന്നൊക്കെ നേരത്തെ ഷാമിർ ഭായിയോടെ പറഞ്ഞു. മൈ ബോഡി മൈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അതാണ്. ആണെന്ന് പറയുന്ന ഞാനും എൻ്റെ രാഷ്ട്രീയം, എൻ്റെ തീരുമാനം, എൻ്റെ വാക്കുകൾ. അവിടെയാണ് അധികാരം വരുന്നത്. അവിടെയാണ് അനിസ്ലാമികത, ജാഹിലിയത്ത് കടന്നു വരുന്നത്. അങ്ങനെ ഇസ്ലാം ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. ഞാൻ നേരത്തെ ഓതി വെച്ചായിട്ടുണ്ടല്ലോ, വലക്കത് കറംന ബനി ആദം, സൂറത്ത് ഇസ്രായിലെ 70-ാമത്തെ ആയത്താണ്. നിങ്ങൾ ആ ആയത്ത് മാത്രം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് കുടുംബത്തിലേക്ക് കണക്ട് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നാം ആദമിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലാണ് റെസ്പെക്റ്റ്, ഇക്റാം നൽകിയിട്ടുള്ളത്. പിന്നെന്താ, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, എല്ലാവർക്കുമാണ് ഒരുപോലെ കടലും ഭൂമിയും യോഗ്യമാക്കിയത്. നമ്മുടെ കൗമിൽ ഇപ്പോഴും പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്നതിൽ അസ്വസ്ഥതയുള്ളവരാണ് ആണുങ്ങൾ. സൗദി അറേബ്യയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത്. അതുവരെ ഫത്വകൾ കൊണ്ട് കളിയായിരുന്നു. അങ്ങനെ ചില സ്ത്രീകൾ അതിനെതിരെ റിബലാവുകയും അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും പലരും ജയിലിൽ കിടക്കുകയും ചെയ്തു വർഷങ്ങളോളം. നമ്മുടെ അത്ര എഫക്റ്റ് അല്ലെങ്കിൽ പോലും സൗദി അറേബ്യയിൽ അതൊക്കെ സംഭവിച്ചിരുന്നു. ഇപ്പോഴും പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ അസ്വസ്ഥതയുള്ള ഒരുപാട് പണ്ഡിതന്മാരും നമ്മുടെ മലയാളി സമൂഹത്തിൽ ഉണ്ട്. പക്ഷെ ഖുർആൻ എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത്, ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊക്കെയോ കുടുംബത്തിൽപ്പെട്ടവരാണേ. കിട്ടേണ്ട അവകാശം രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കാൻ നമ്മൾ കഴിയണം. ആണുങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഇസ്ലാം പറയുന്നില്ല. ആണും പെണ്ണും അവരുടേതായ സ്ഥലങ്ങളിൽ ഒരുപോലെ റെസ്പെക്റ്റഡാണ്, അവരുടേതായ സ്ഥലങ്ങളിൽ ഒരുപോലെ അവകാശമുള്ളവരാണ്. ചില കോണ്ടക്സ്റ്റുകൾ മാറുന്നതെന്ന് മാത്രം. മൂന്നാമത് പറഞ്ഞ റസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, നല്ല ഭക്ഷണങ്ങൾ ഞാൻ എല്ലാവർക്കും ഒരുപോലെ നൽകിയിരിക്കുന്നു. അതായത് ത്വയ്യിബത്ത് എന്ന് പറയുമ്പോൾ നല്ലത്, അതായത് ജോലി, ആണുങ്ങൾ മാത്രം ജോലി ചെയ്യുന്ന, പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഉപജീവന മാർഗത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രശ്നം, അവൾ പുറത്തു പോയാൽ സംശയം. നമ്മൾ മുമ്പ് ഇവിടെ ഒരിക്കൽ സംസാരിച്ചിരുന്നു, രാത്രി ആണിന് 2-3 മണി വരെ പുറത്തു പോവാം, ആരും ചോദിക്കില്ല അല്ലേ? പക്ഷേ ഒരു പെണ്ണ് 6 മണിക്ക് ശേഷം പുറത്തു പോയാൽ എവിടെ പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, എപ്പോൾ വരും, നീ എങ്ങനെയാണ് പോകുന്നത്, ആരെ കാണാനാണ് പോകുന്നത് എന്നെല്ലാം കറക്റ്റ് റിപ്പോർട്ട് പാസ്സാക്കിയതിന് ശേഷമേ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നമ്മൾ പുറത്തുവിടും. പക്ഷെ നമുക്കോ ഈ അനുവാദമൊന്നും വേണ്ട. ആരെങ്കിലും ചോദിക്കുമ്പോൾ നീ ആരാന്നുള്ള ചോദ്യം ഉണ്ടാവും. ആണുങ്ങൾ പോകുമ്പോൾ വിവരം വേണ്ടേ? ഞാൻ പറഞ്ഞ തിരിച്ചുള്ള ചോദ്യമാണ്. നമ്മൾ അവിടെയാണ് നമ്മുടെ പ്രശ്നം. പെണ്ണുങ്ങളിൽ വേണമെന്നുള്ള അതിനേക്കാളപ്പുറം തിരിച്ച് ചോദിക്കൂ, തിരിച്ച് ചിന്തിക്കൂ. നമ്മൾ പോകുമ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത്, ഇവിടെ ഒരു അനുവാദത്തിൻ്റെ വർത്തമാനമില്ലേ? ഭാര്യ മാത്രം പുറത്തു പോകുമ്പോൾ, വീട്ടിലെ പെൺമക്കൾ മാത്രം പുറത്തു പോകുമ്പോൾ അനുവാദം ചോദിക്കുകയും ആണുങ്ങൾ പുറത്തു പോകുമ്പോൾ അനുവാദത്തിൻ്റെ വർത്തമാനം ഇല്ലാതാവുകയും ചെയ്യാം. എങ്ങോട്ടെങ്കിലും പോകും, നീ ആരാ ചോദിക്കാൻ എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാവുക. എന്താ ഉത്തരവാദിത്തം പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? അതൊക്കെ ഞാൻ മനസ്സിലാവുന്നത്. നമ്മളീ പറയുന്ന ഈ അമിത അധികാരം ഉപയോഗിക്കുന്നതിൻ്റെ കാര്യമാണ് പറയണേ. ഇത് സ്നേഹമുള്ള ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിൽ ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടെങ്കിലും പോകും. ഇത്ര സമയം ഞാൻ പറഞ്ഞു, ഇതുപോലും പറയാതെ നീ ആരാ ചോദിക്കാനെന്ന് പറയുന്ന ചോദ്യം മാത്രം മനസ്സിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചാണ് ഈ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണുങ്ങളോടാണ് പ്രത്യേകം പറഞ്ഞത്, രാത്രി അധികം പുറത്ത് തങ്ങാൻ പാടില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ പണി കഴിഞ്ഞോ എന്നാൽ തിരിച്ച് നേരെ വീട്ടിൽ വാ. അത് രാവാണെങ്കിലും പകലാണെങ്കിലും. നിങ്ങൾ ജോലിക്കാണെങ്കിൽ പോയി ജോലി ചെയ്യും, പണി കഴിഞ്ഞാൽ എന്നാൽ പോയിക്കോ വീട്ടിൽ. പ്രത്യേകിച്ച് രാത്രിയിൽ പുറത്ത് കറങ്ങാൻ പാടില്ല. അത്യാവശ്യം പോവുക, കാര്യം കഴിഞ്ഞാൽ ചുമ്മാ കടന്ന് കറങ്ങരുത്. രാത്രി പടച്ചോന് സൂറത്തു നബയിൽ നമ്മൾ അമ്മയത്തെ ഒരു സൂറത്തില്ലേ, അതിൽ പറയുന്നത് രാത്രി എന്തിനുണ്ടാക്കിയ സുബാത്ത, വിശ്രമത്തിനാ. പകലെന്തിനുണ്ടാക്കിയ മാഷ, ജോലിക്കാൻ. പകൽ ജോലി ചെയ്യാനും രാത്രി വിശ്രമിക്കാനും പടച്ചോനുണ്ടാക്കിയ ടൈം ടേബിളാണ്. നമ്മളത് പാലിക്കാറുണ്ടോ? ഞാൻ പറയുന്നത് ഇത് പെണ്ണിന് മാത്രമല്ല, ആണിനും കൂടിയുള്ള ടൈം ടേബിളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
നമ്മൾ ഈ അനുവാദങ്ങൾ പെണ്ണിന് മാത്രം വെച്ചേക്കുന്നതാണോ? നമ്മളിലേക്ക് വരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കുടുംബങ്ങളിൽ പെണ്ണുങ്ങൾ, റിബലുകൾ, പുതിയ ചെറുപ്പക്കാരികൾ, സോഷ്യൽ സയൻസ് ഇതേപോലെ ചിന്തകളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ വീട്ടിൽ കാണുമ്പം എന്തുകൊണ്ടാണ് ഈ റിബലുകളായി മാറുന്നത്? ഇതൊക്കെ തന്നെ കാരണം. വാപ്പയും ഉമ്മയും എൻ്റെ വീട്ടിൽ ആങ്ങളമാർക്ക് നല്ല സ്വാതന്ത്ര്യമാണ്, അതാണ് വിഷയം. ആണുങ്ങളാണെങ്കിൽ നല്ല സ്വാതന്ത്ര്യവും, ഞാൻ പറയുന്നത് ചില ക്രൈറ്റീരിയയും കോണ്ടക്സ്റ്റൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെ പറയുന്നതല്ല, നിങ്ങൾക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കോണ്ടക്സ്റ്റിലില്ലാതെ ഒഴിവാക്കി പറയുന്നതല്ല. പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ, വീട്ടിൽ ആൺമക്കൾക്ക് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാനിത് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ അവകാശങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ അത് സൂക്ഷിക്കണം. മുത്തഖിയാവുക, കുടുംബ ബന്ധങ്ങളിൽ മുത്തഖിയാവുക എന്ന് പറയുന്നത് ഈ സൂക്ഷ്മത അവിടെ കാണിക്കുമ്പോഴാണ്. ഇതില്ല എങ്കിൽ വിവിധ ചിന്തകൾ മറ്റുള്ള സ്വീകരിക്കുകയും നമ്മുടെ പിടുത്തങ്ങളിൽ നിന്ന്, പിടുത്തം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ പിടുത്തത്തെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. നേരത്തെ ഇത്രയും നേരം പറഞ്ഞു വന്ന ആ പിടുത്തം, ഇസ്ലാമികമായ പിടുത്തങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോവുകയും മാറുകയും ചെയ്യും. നമുക്ക് തന്നെ അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ വിള്ളലുകൾ സംഭവിക്കും. അത് നമ്മുടെ അനിയനമാവാം, അനിയത്തിയുമാവാം, നമ്മുടെ മക്കളുമാവാം, ആരുമാവാം. കുടുംബത്തിലുണ്ടാകും. കുടുംബമെന്ന് പറയുന്നത് പാപ്പ ഉമ്മ മക്കളെ മാത്രമല്ല. ഇസ്ലാമിൽ കുടുംബം എന്ന് പറയുന്നത് മൂത്താപ്പ, എളാപ്പ ഇവരൊക്കെ ചേരുന്നതിനാണ് ഇസ്ലാമിൽ കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ കുടുംബ സങ്കല്പമാണ് ഇസ്ലാമിൽ കുടുംബം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അനന്തരാവകാശ നിയമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ എളാപ്പന്മാർ പോലും എൻ്റെ സ്വത്തിൽ, എൻ്റെ അനിയന്മാർ പോലും എൻ്റെ സ്വത്തിൽ കണക്ഷനാവുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇസ്ലാമിൽ ഒരാൾ അയാളുടെ മക്കൾ എന്നതല്ല, കൂട്ടുകുടുംബമാണ് ഇസ്ലാമിൽ കുടുംബമെന്ന് പറയണം. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുടുംബമാണ് എൻ്റെ മക്കളെ നോക്കേണ്ടത്. അവർ നോക്കിയില്ലെങ്കിൽ പടച്ചവന് മുമ്പിൽ അവർ മറുപടി പറയേണ്ടി വരും. അവർ മരിച്ചു പോയാൽ അവരുടെ മക്കളെയും കുടുംബവും നമ്മളാണ് നോക്കേണ്ടത്, നമ്മൾ മറുപടി പറയേണ്ടി വരും. ഈ കുടുംബ ബന്ധം പാലിക്കാത്തത് വിശ്വാസിമ പറഞ്ഞില്ല, കാത്തിയൻ നരകത്തിലാണ്. കാത്തിയോ കുടുംബ ബന്ധം മുറിക്കുന്നവൻ നരകത്തിലാണ്. അതിന് പോയി അക്ഷരാർത്ഥത്തിൽ മുറിക്കണമെന്നില്ല, മിണ്ടാതിരുന്നാലും കുടുംബബന്ധം മുറിയുന്നതിന് കാരണമാണ്. ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ, എങ്ങനെയുണ്ടല്ലോ, അവൻ്റെ കുടുംബം ഞാൻ ഇടപെടുന്നില്ല, ഞാൻ മിണ്ടുന്നുമില്ല, സംസാരിക്കുന്നുമില്ല, ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്നില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിയോ. ഇതെന്താ, ഇത് വലിയ പ്ലസ് പോയിൻ്റായിട്ടാണ് പലരും പറയുക. ആക്ച്വലി അത് തന്നെ വളരെ നെഗറ്റീവാണ്. കാരണം ഒരു വിശ്വാസി എന്ന നിലയിൽ പരസ്പരം വതവാസോബിൽ ഹഖി വതവാസോബിൽ സബർ, പരസ്പരം ഉപദേശിക്കേണ്ടവരാണ്, പ്രത്യേകിച്ച് കുടുംബക്കാർ. ഈ ഉപദേശം അള്ളാഹു പറഞ്ഞത് നിങ്ങളിങ്ങനെ ആവണമെന്നല്ല, ഇങ്ങനെ ആകണമെന്നുള്ള കൽപ്പനയാണ്. ഒരാൾ കഷ്ടപ്പെടുമ്പോൾ സഹോദരനാകട്ടെ ആരാണെങ്കിലും സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ല നമ്മളുടെ ഔദാര്യമല്ല. അതും കൂടാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ കുടുംബത്തിൻ്റെ കൺസെപ്റ്റിനെ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിലേക്ക് പോകാൻ പെട്ടെന്ന് ടിക്കറ്റ് റെഡിയാവുന്നു എന്നുള്ളതാണ്. ആ കാര്യം നേരത്തെ എല്ലാവരും നന്നായി അറിഞ്ഞുകൊള്ളുക. നമ്മളാൽ നമ്മുടെ കുഴികൾ നമ്മൾ തന്നെ തോണ്ടാതിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞ കുടുംബ ബന്ധത്തിൻ്റെ സൂക്ഷ്മതയും ഊഷ്മളതയും ജാഗ്രതയും സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ മുമ്പന്മാരായി മാറുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബോധം നിലനിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കുടുംബക്കാരനായി, നല്ല മകനായി, നല്ല വാപ്പയായി, നല്ല അനിയനും ജ്യേഷ്ഠനുമായും എല്ലാം നമ്മെ മാറ്റട്ടെ. നല്ല വിശ്വാസികളായി, കുടുംബത്തെ സ്നേഹിക്കുന്ന, കുടുംബത്തിൻ്റെ സ്നേഹം ലഭിക്കുന്ന, സ്നേഹിക്കുക മാത്രമേ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണല്ലോ, കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബത്തിന് സ്നേഹം ലഭിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.